ഹലോ, പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ള പരിശുദ്ധ റമളാനിന്റെ ആ രണ്ടാമത്തെ 10 ഏകദേശം അവസാനിക്കുന്ന ഈ ഒരു മുഹൂർത്തത്തില് കാരക്കാട് MMMU സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ദേവനന്ദയോടൊപ്പമാണ് നമ്മൾ ഇന്നുള്ളത്. ദേവനന്ദയുമായിട്ടുള്ള വിശേഷങ്ങൾ കുറച്ച് സ്പെഷ്യലാണ്, നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. വരും. ക്ലാസ് ടീച്ചറാണ്. 19ഓളം നോമ്പുകൾ കഴിയുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുഴുവൻ നോമ്പുകളും വെച്ചുകൊണ്ട് ദേവനന്ദ നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം, എന്തിനും ഏതിനും തീവ്രവാദവും അതുപോലെ തന്നെ മതത്തെയൊക്കെ കൂട്ടുപിടിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദേവനന്ദ ഇവിടെ ഒരു മാതൃകയാവുകയാണ്. എന്താണ് ദേവനന്ദ നോമ്പിന്റെ വിശേഷങ്ങൾ? ഞാൻ രാവിലെ 4 മണി എണീക്കും, പിന്നെ അമ്മ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. എന്നിട്ട് വൈകുന്നേരം നല്ല ചെല്ലന്റെ പറയും. അത് കഴിയുമ്പോൾ കിടക്കും. പിന്നെ എണീറ്റ് കുളിച്ച് സ്കൂളിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞല്ലോ, കൂട്ടുകാർ നോമ്പ് തുറക്കാനൊക്കെ വിളിച്ചിരുന്നോ? ഫാത്തിമ വിളിച്ച്, പിന്നെ മല്ലി വിളിക്കാൻ മല്ലിക, പിന്നെ ഫാത്തിമ സിറാജ് വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ട്. നെഹറും വിളിച്ചു. അതുപോലെ ഇന്നലെ ക്ലാസ് ടീച്ചറിന്റെ ഒരു സ്റ്റാറ്റസ് കൂടെ നമ്മൾ കണ്ടിരുന്നു. ക്ലാസ് ടീച്ചറുടെ വീട്ടിലും അല്ലെ, സബീന ടീച്ചറുടെ വീട്ടിലും ഒരു നോമ്പ് തുറയുടെ ഫംഗ്ഷൻ കണ്ടിരുന്നു. എന്താണ് ആ വിശേഷങ്ങളൊന്ന് പറയുമോ? ടീച്ചർ മെസ്സേജ് ഇട്ടായിരുന്നു വരണം പറഞ്ഞത്. ചെന്നു, മണിക്കുട്ട്, പിന്നെ കറി, പിന്നെ ഈന്തപ്പഴം, മുന്നക്ക, തണ്ണിമത്തൻ, പിസ, നാരങ്ങ വെള്ളം, ചായ. കാര്യമായിട്ടുള്ള നോമ്പ് തുറയാണ് ഏകദേശം ദേവനന്ദയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. സാധാരണ നോമ്പ് നമ്മൾ നേർച്ചയൊക്കെ ആയിട്ട് പലപ്പോഴും പിടിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള നേർച്ചകൾ നേർന്നിട്ടാണോ ഈ ഒരു നോമ്പിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്? ഓക്കെ, അനിയത്തിക്ക് എന്ത് പറ്റി? അനിയത്തിക്ക് ജന്മന വൈകല്യമുണ്ട്. ഓക്കെ, അങ്ങനെയാണല്ലോ. ഓ, അതാണ് 4 വയസ്സായെങ്കിലും എടുത്തോണ്ട് നടക്കണല്ല. ഓ, ശരി ശരി. ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ ക്ലാസ്സിൽ ആബ്സെന്റ് ആണ്. എന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ക്ലാസ്സിൽ ആബ്സെന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്ത് അവൾക്ക് അമ്മയ്ക്ക് ഒരു വയ്യായെങ്കിൽ ആ കുഞ്ഞിനെ നോക്കണ്ട ഉത്തരവാദിത്വം ഇവക്കാണ്. ഓ, ശരി ശരി. ആ എല്ലാത്തിനും എടുത്തോണ്ട് പോണം, അവള് കിടക്കുക മാത്രമേ ഉള്ളൂ. ഓ, ശരി ശരി, ആയിക്കോട്ടെ. ഏതായാലും 30 നോമ്പും പിടിക്കാൻ തന്നെയാണോ തീരുമാനം? ഓക്കെ, ഏതായാലും ദേവനന്ദയുടെ അനുജത്തിക്ക് വേണ്ടിയിട്ട് കൂടി നേർച്ചയാക്കിയിട്ടുള്ള നോമ്പാണ്. സർവേശ്വരന് എത്രയും വേഗം ആ കുട്ടിക്ക് പൂർണ്ണമായിട്ടുള്ള ശിക്ഷ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.